നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗതാഗത വകുപ്പ് മന്ത്രിയായി ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം KSRTCക്ക് നല്ല കാലം തന്നെയാണെന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത്. പല പരിഷ്കാരങ്ങളും ഗണേഷ് കുമാർ കൊണ്ടുവരാനായി ശ്രമിച്ചിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. എന്തിനേറെ പറയുന്നത്, ഏറ്റവും ഒടുവിലുണ്ടായ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പോലും വലിയ തിരിച്ചടി ഗണേഷ് കുമാറിന് നേരിടേണ്ടി വന്നിരുന്നു. മുഖ്യമന്ത്രി പോലും നേരിട്ട് ഇടപെട്ടു ആ വിഷയത്തിൽ. അതിപ്പോഴും അയ്യാവേലിയായി തന്നെ തുടരുന്നതിനിടയിൽ ഗണേഷിൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചതുകൊണ്ട് കേവലം ഒരു മാസം കൊണ്ട് 4.5 കോടിയിലധികം രൂപ KSRTCക്ക് ലാഭത്തിലാക്കാൻ കഴിഞ്ഞു. ഇതിലൂടെ ശമ്പള വിതരണവും മറ്റ് പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അധികാരികൾക്കിടയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ മന്ത്രിക്ക് സാധിച്ചു. ഗണേഷ് കുമാർ കൊണ്ടുവന്ന ആദ്യ ആശയം അതിപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നു. അതിലൂടെ KSRTCക്ക് കിട്ടിയതാകട്ടെ വൻ ലാഭവും. ഗണേഷ് കുമാർ ചുമതലയേറ്റെടുത്തതിന് ശേഷമാണ് കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ ഈ ആശയം നടപ്പിലാക്കിയത്. മിന്നൽ വേഗത്തിലാണിത് പൂർത്തീകരിച്ചതും KSRTCകളിൽ ഇപ്പോൾ ലാഭത്തിലോടാൻ തുടങ്ങിയിരിക്കുന്നത്. ഓർഡിനറി സർവീസുകളിലാണ് ആദ്യം റൂട്ട് പരിഷ്കരണം നടത്തിയത്. എങ്ങനെയെന്നാൽ റൂട്ട് റാഷണലൈസേഷനാണ് നടപ്പിലാക്കിയത്. അതിലൂടെ വലിയ ലാഭം കൊയ്യാൻ സാധിച്ചു. ഒരു ദിവസം 52,456 ഡെഡ് കിലോമീറ്റേഴ്സ് ഒഴിവാക്കി 13,101 ലിറ്റർ ഡീസൽ ഉപഭോഗം കുറയ്ക്കാനായി കഴിഞ്ഞു. അതിലൂടെ ആകട്ടെ 12,81,392 രൂപ ഡീസൽ തുക ഇനത്തിൽ ലാഭിച്ചത്. 2,09,825 രൂപ മെയിൻ്റനൻസ് തുക ഇനത്തിൽ നിന്നും ലാഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു കിലോമീറ്ററിന് 4 രൂപ സ്പെയർ പാർട്സ് കോസ്റ്റിൻ്റെ ഉൾപ്പെടെ ഒരു ദിവസത്തെ ലാഭമെന്ന് പറയുന്നത് 14,61,217 രൂപയും. ഒരു ദിവസം ഇത്രയധികം തുക ലാഭിക്കാനായി KSRTCക്ക് ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കിയതിലൂടെ ഒരു മാസം ലാഭിക്കാൻ കഴിഞ്ഞതാകട്ടെ 4,38,36,500 രൂപ. ഏകദേശം 4.5 കോടി രൂപയാണ് ഇത്തരത്തിൽ ലാഭിക്കാൻ തന്നെ KSRTC കഴിഞ്ഞത്. നല്ല സർവീസ് റൂട്ടുകളിൽ നല്ല രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അനാവശ്യ ചെലവുകളും വരുമാന ചോർച്ചയും തടയുക എന്നതാണ് കോടികൾ വരുമാനമുള്ള KSRTCയുടെ നിലനിൽപ്പിന് പോലും ആവശ്യമായിട്ടുള്ളത്. ഈ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായതിന് പിന്നാലെയാണ് KSRTCക്ക് ഈ നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞതെന്നാണ് അധികൃതരും പറയുന്നത്. ഒരു ബസ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന റൂട്ടുകളും മലയോര, ആദിവാസി, തോട്ടം തൊഴിലാളി, തീരദേശ കോളനി മേഖലകളിലേക്കുള്ള സർവീസുകളും നിലനിർത്തി മറ്റുള്ള സർവീസുകളിലെ ഡെഡ് കിലോമീറ്റേഴ്സ് ഏതൊക്കെയെന്ന് കണ്ടെത്തി അതിനെ ഒഴിവാക്കി ഈ ആശയം നടപ്പിലാക്കിയിട്ടുണ്ട്. ഡെഡ് റൂട്ടുകളാണെങ്കിൽ ഒന്നിലധികം ബസ്സുകളുണ്ടെങ്കിൽ അത് ചുരുക്കി ഒരു ബസ്സാക്കിയോ 2 ബസ്സാക്കിയോ മുന്നോട്ട് കൊണ്ടുപോകാം, ആളുകളുടെ എണ്ണം അനുസരിച്ച്. അല്ലാതെ വെറുതെ ബസ് ഓടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയാൽ തന്നെ പകുതിയോളം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായി കഴിയും. ഓർഡിനറി സർവീസുകൾ നടപ്പിലാക്കി വൻ വിജയമായ ഈ പദ്ധതി ഇനി മുതൽ ദീർഘദൂര സർവീസുകളിൽ സൂപ്പർഫാസ്റ്റ് മുതൽ മുകളിലോട്ടുള്ള എല്ലാ സർവീസുകളിലും സമയബന്ധിതമായി തന്നെ പ്രാവർത്തികമാക്കാനാണ് ശ്രമിക്കുന്നത്. അതിലൂടെ ഇനിയും കോടാനുകോടികൾ ലാഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KSRTCയുടെ വരുമാനത്തിന് നട്ടലായിട്ടുള്ള സർവീസ് ഓപ്പറേഷനിലെ ഭീമമായ നഷ്ടം ഇങ്ങനെ ഒഴിവാക്കാൻ കഴിയുമെന്ന പ്രത്യാശയുണ്ട്. ഇത്തരത്തിൽ KSRTC ഇന്നത്തെ സാഹചര്യത്തിൽ ഡിമാൻഡ് ചെയ്യുന്ന ഫലപ്രദമായ പരിഷ്കരണ ആശയങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടപ്പിലാക്കിയെടുക്കാനായി കഴിയുമെന്നും അതിനുള്ള കൂട്ടായ പരിശ്രമം ഇനിയും അങ്ങോട്ട് തുടരുമെന്നുമാണ് അധികൃതരും ഉറപ്പു നൽകുന്നത്.